നമസ്കാരം. അധികാരം കിട്ടിയാൽ എന്തുമാകാം എന്നുള്ള ചിലരുടെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ പക വീട്ടുകയാണ് അവസരം കിട്ടിയപ്പോൾ. മമതാ ബാനർജിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ TMC, തൃണമൂൽ കോൺഗ്രസ് എന്ന് മുഴുവൻ പറയേണ്ട ആളുകൾ ഓടി നടന്ന് അടിവാങ്ങുകയാണ്. ജനം ചീമുട്ടയെറിഞ്ഞ് സ്വീകരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാരെ. കാരണം ജനം ധാർഷ്ട്യം സഹിച്ച് മടുത്തു കഴിഞ്ഞു. 3 പതിറ്റാണ്ടത്തെ അധികാരത്തിന്റെ ധാർഷ്ട്യം കണ്ട് സഹികെട്ടാണ് CPM-നെ ജനം പുറത്താക്കിയത്. തുടർന്ന് വന്നത് മമതാ ബാനർജി. മമതാ ബാനർജി അധികാരത്തിൽ കയറിയപ്പോൾ CPM-ലെ ഗുണ്ടകൾ മമതാ ബാനർജിയുടെ കൂടെയായി. പിന്നെ ധാർഷ്ട്യമായി, ജനങ്ങളെ ആക്രമിക്കലായി. തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം ഭരണം ജനത്തെ അടിച്ചമർത്തി മുന്നോട്ട് പോയി. ഗുണ്ടാപ്പിരിവും കൊലപാതകങ്ങളും നിത്യസംഭവമായി പശ്ചിമ ബംഗാളിൽ. ഒപ്പം ബംഗ്ലാദേശികളുടെ കുടിയേറ്റം കൂടിയായപ്പോൾ, വോട്ട് ബാങ്കാക്കിക്കൊണ്ട് ബംഗ്ലാദേശികളുടെ കുടിയേറ്റം കൂടിയായപ്പോൾ ജനം പൊറുതിമുട്ടിയ ജനം ആദ്യം ആക്രമിച്ചത് മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ തന്നെയാണ്. ചീമുട്ടയും ചെരുപ്പും കല്ലും കൊണ്ട് അഭിഷേകമായിരുന്നു അഭിഷേക് ബാനർജിക്ക്. അവിടെ നിന്ന് ഹെൽമറ്റും വെച്ച് ഓടി ഒളിക്കുകയായിരുന്നു അഭിഷേക് ബാനർജി. തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന് മുഴുവൻ പറയേണ്ട അടി കിട്ടുന്ന അവസ്ഥയായി. പ്രാദേശിക നേതാക്കളെയൊക്കെ ഓടിച്ചിട്ടടിക്കുകയായിരുന്നു ജനം. കാരണം അത്രയ്ക്ക് പൊറുതിമുട്ടിയിരുന്നു ഇവരുടെ ഗുണ്ടാരാജ്. പിന്നാലെ തൃണമൂലിന് എതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തിയതാണ് കല്യാൺ ബാനർജി MP. കക്ഷിയെയും ജനം നന്നായെന്ന് പെരുമാറി. ഇതിനിടയിൽ ജനം തൃണമൂലിന്റെ മറ്റൊരു MP-യായ ബാപ്പി ഹൽദാറിനെയും ആക്രമിച്ചു. പ്രളയകാലത്ത് വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ അനധികൃതമായി രഹസ്യമായി സൂക്ഷിച്ചു എന്നാരോപിച്ചാണ് ജനം MP-യുടെ ഓഫീസ് അടിച്ചു തകർത്ത് MP-യെയും ആക്രമിച്ചത്. മമതയ്ക്ക് ആകെ പ്രതിമുട്ടിയിരിക്കുന്നു. ഇത്രയും കാലത്തെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഭരണത്തെ ജനം അത്രത്തോളം വെറുത്തിരിക്കുന്നു. ഇപ്പോൾ MP-മാർ ഒന്നിച്ചു കൂടുമാറുകയാണ്, MLA-മാർ ഒന്നിച്ചു കൂടുമാറുകയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക്. ഇപ്പോൾ മമതാ ബാനർജി 2 MP-മാരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയിരിക്കുകയാണ്. സന്ദീപൻ സാഹ, ഇർദപ്രതാപ് ബാനർജി എന്നീ 2 പേരെ. ആകെ പ്രതിസന്ധിയിലാണ് തൃണമൂൽ കോൺഗ്രസ്. അതേസമയം തിരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അണികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ പ്രതിഷേധിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും മമതാ ബാനർജി വിളിച്ച യോഗം അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ 80 MLA-മാരിൽ 60 പേരും പങ്കെടുത്തിട്ടില്ല. 20 പേർ മാത്രമാണ് പങ്കെടുത്തത്. പങ്കെടുക്കാത്ത 60 പേരും BJP-യിലേക്ക് ചേക്കേറുന്നു എന്നാണ് വാർത്തകൾ. ഇതിനിടയിലാണ് തെരുവിൽ ഗുണ്ടാപ്പിരിവ് വാങ്ങി വാണിരുന്ന തൃണമൂൽ നേതാക്കളെ ജനം കൈകാര്യം ചെയ്യുന്നത്, ചീമുട്ടയെറിയുന്നത്. ഇതൊന്നും വ്യക്തിയോടുള്ള പകയല്ല. അധികാരം കിട്ടുമ്പോൾ എന്തുമാകാമെന്ന് വിചാരിക്കുന്ന ധിക്കാരി വർഗത്തിനെതിരെ പൊതുജനം പ്രതികരിക്കുന്നതാണ്. ഇവിടെ ജനമുണർന്നു കഴിഞ്ഞാൽ ഏത് വലിയവനും നിലമ്പത്തും, ഏത് ഗുണ്ടാരാജും തകർന്നടിയും. മുസോളിനിയും ലെനിനും ഹിറ്റ്ലറുമൊക്കെ അധികാരത്തിന്റെ ഡമ്പിൽ വാണിരുന്നവരാണ്. അതൊക്കെ ജനങ്ങൾ തകർത്തെറിഞ്ഞിട്ടുമുണ്ട്. റഷ്യ പോലും തകർന്നടിഞ്ഞു. അധികാരത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ വാഴുന്നവർ ജനായത്വത്തിന്റെ സുനാമി ആഞ്ഞടിച്ചാൽ അവർക്ക് നിൽക്കക്കളിയില്ലാതാകും. അത് മമതയായാലും മറ്റാരായാലും. അത് തന്നെയാണ് ഇക്കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഭാരതം കണ്ടത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശികളെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനം പശ്ചിമ ബംഗാൾ വിട്ട് തിരിഞ്ഞോടുന്നു ബംഗ്ലാദേശിലേക്ക്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിലറയ്ക്കുള്ളിലാകും എന്നവർക്ക് ഉറപ്പായി കഴിഞ്ഞു. നാടുവിട്ടോടുന്നവരിൽ പലരും പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് ആണ് തങ്ങൾക്ക് ആതിഥ്യം അരുളിയതെന്ന്. തങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡുകൾ നേടിത്തന്നത്, വ്യാജ മേൽവിലാസങ്ങൾ ഉണ്ടാക്കി തന്നത് തൃണമൂൽ കോൺഗ്രസുകാരാണെന്ന് അവർ ആണയിടുന്നു. മമതാ ദീദി വീണ്ടും ഭരണത്തിൽ വരും, ഞങ്ങൾ വീണ്ടും ഇന്ത്യയിലേക്ക് ചേക്കേറും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശികൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഓടിയൊളിക്കുന്നത്. അതിർത്തിയിൽ വേലികെട്ടി ബംഗ്ലാദേശികളെ പുറത്താക്കാൻ തന്നെയാണ് സുവേന്ദു അധികാരിയുടെ തീരുമാനം. അത് രാജ്യത്തിന് നൽകിയ വാക്കുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.